ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ലഞ്ചിന് അവിയലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അവിയൽ നമ്മളെല്ലാവരും ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണല്ലേ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയതുകൊണ്ട് പച്ചക്കറികളൊക്കെ ഒരുപാടങ്ങ് എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിയൽ ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ പച്ചക്കറിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പം വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചേനയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും എടുത്തില്ല. ഇനി നമുക്കിതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് പച്ചക്കായ, പിന്നെ മുരിങ്ങക്കായ, ക്യാരറ്റ്, കോവയ്ക്ക, പിന്നെ വെള്ള കുമ്പളങ്ങ, പിന്നെ നീളൻ പയർ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ചേനയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചേന ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പച്ചക്കറിയിലൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ചിട്ട് കുറച്ച് സമയം കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഈ സമയത്ത് തന്നെ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിക്കും. ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം വേവാൻ വേണ്ടി വെക്കണം. ഇത് ആവി തന്നെ കിടന്ന് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ അവിയലിൽ ജീരകം ചേർക്കാറില്ല കേട്ടോ. എനിക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഓരോ ജില്ലയിലും ഓരോ ടൈപ്പിലാണല്ലേ അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ അരപ്പ് ഈ വെന്ത പച്ചക്കറിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ എപ്പോഴും ഇത് വെന്തതിന് ശേഷമാണ് ഓഫ് ചെയ്യാൻ പോകുമ്പോഴാണ് തൈര് ചേർക്കുന്നത്. നമ്മൾ അവിയൽ റെഡിയായി, പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇനി ഇതുപോലൊരു തളികയിലേക്ക് മാറ്റിയിട്ട് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നെല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി. നല്ല ടേസ്റ്റി അവിയൽ റെഡിയായി. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.